ബദ്രി, ഇവിടെ അനിമൽസ് ഒക്കെ ഉണ്ടാവോ? ആനകളുണ്ടാവും. അതിന് എനിക്ക് പേടിയില്ല. വന്നാലത് നീ പറഞ്ഞ പോവല്ലോ. ഞാൻ പറഞ്ഞ പോവാൻ അത് അമ്പലാനകളൊന്നും അല്ല, കാട്ടാനകളാ. കാടായത്. വേണ്ടത് ചോദ്യമൊന്നും വേണ്ട, നടക്ക്. സൂക്ഷിച്ച്, സ്ലിപ്പായ മുഖത്തിന്റെ ഷേപ്പ് മാറിപ്പോവും. ഏ ബദ്രി, ഈ പൂക്കൾ എവിടെയുള്ളത്? എന്തൊരു സ്ട്രെയിൻ അത്. സ്ട്രെയിൻ ഇതൊന്നും അല്ല, ഇനിയും കുറെ പോണം. വാ, നടക്ക്. സ്ലിപ്പാവല്ലേ? എന്തേ, തളർന്നു പോയോ? സ്റ്റാമിന ഉണ്ടാവണം മാഡം, സ്റ്റാമിന. എങ്ങനാ സ്റ്റാമിന ഉണ്ടാവുന്നേ? കുഞ്ഞിലെ മുതൽ ഞാൻ വണ്ടിയിലല്ലാതെ പോയിട്ടില്ല, ഷൂ ഇല്ലാതെ നടന്നിട്ടില്ല, സ്പൂണില്ലാതെ കഴിച്ചിട്ടില്ല. നിന്നെ പോലെ കാട്ടിലല്ല ജീവിക്കുന്നത്. എനിക്കിനി നടക്കാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ ലവ് ഫെയിലിയർ. അവനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. മിസ്റ്റർ ബദ്രി. യെസ് മിസ് അളകനന്ദ. എന്നാ അപ്പോഴേക്കും തളർന്നു പോയോ? സ്റ്റാമിന വേണം മോനെ, സ്റ്റാമിന. അങ്ങോട്ടല്ല പോകേണ്ടത്, ഇങ്ങോട്ടാ. ആ, ഇവളുടെ ലവർ ആരാണെങ്കിലും അവന്റെ കാര്യം പോക്ക. സൂക്ഷിച്ച്, പായലുണ്ട്. ഓയ് നാജി. ആ ബദ്രി, അവിടെ ബ്രഹ്മകമലമുണ്ടോ? ഇവിടെ ഇല്ലടാ. ആ നീലകണ്ഠ പർവ്വതത്തിൽ ആവശ്യം പോലെ ഉണ്ട്. എന്റെ അമ്മേ, വാ നടക്ക്. ആ ബദ്രി, എനിക്കൊരു ഐഡിയ. അയാളുടെ കയ്യിലുള്ള പൂ എനിക്ക് തരാൻ പറ, ഞാനത് കൊണ്ടുവച്ച് പ്രാർത്ഥിക്കാം. എങ്ങനെയുണ്ട്? നിനക്ക് വിശക്കുമ്പോ നീ കഴിക്കോ അതോ മറ്റുള്ളവർ കഴിച്ചാൽ മതിയോ? പ്രേമിക്കുന്നത് നീ, കല്യാണം കഴിക്കാൻ പോകുന്നത് നീ. പൂവ് നീ തന്നെ പറിച്ച് നീ തന്നെ വെക്കണം. വാ നടക്ക്. ദാ നോക്ക്, അതാണ് ബ്രഹ്മകമലം. സൂക്ഷിച്ച്, അത് ഐസ് ബ്രിഡ്ജാ. സിറ്റിയിലുള്ള സിമന്റ് ബ്രിഡ്ജിനേക്കാളൊക്കെ ഇത് ശരിക്കും സ്ട്രോങ് ആ. നിനക്ക് കുറച്ച് വട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ്? ഏയ്, എന്താ പേടിച്ചു പോയോ? പേടിക്കണ്ട, പിന്നെ ട്രൈ ചെയ്യും. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ശരി. ഒന്നും പറ്റിയില്ലല്ലോ, സാരമില്ല, പേടിക്കണ്ട. എനിക്ക് പേടിയാവുന്നു. ഏയ്, പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ പേടിക്കുന്നത്? ഇത്തവണ നീ പറിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, നീ വീണില്ലെങ്കിലും ഞാനെടുത്ത് എറിയും. ചെല്ല്, ട്രൈ ചെയ്യ്. നിനക്കെല്ലാം തടസ്സങ്ങളാ. നിന്റെ ഈ ലവ് സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നുമില്ല. എന്റെ പ്രേമം സക്സസ് ആവാനുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നീ പൊക്കോ. ഞാൻ പോവില്ല. എന്താ? 6 മാസം കഴിഞ്ഞിവിടെ വരാനും ഇവരെന്നെ സമ്മതിക്കില്ല. നീ എന്നെ കൊണ്ടുവന്ന് ദർശനം ചെയ്യിക്കുന്ന ഉറപ്പ് പറഞ്ഞ ഞാൻ പോവും. ഇവൻ മാത്രമല്ല, ഇവന്റെ അച്ഛൻ, ഇവന്റെ അമ്മ, ഇവന്റെ അമ്മായച്ചൻ, അങ്ങനെ ആരൊക്കെ എവിടെ നിന്നൊക്കെ വന്ന് തടയാൻ നോക്കിയാലും അവന്റെയൊക്കെ നെഞ്ച് തകർത്തിട്ടാണെങ്കിലും ജ്യോതി ദർശനം നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിച്ചിരിക്കും. ഉറപ്പിച്ചോ? വേഗം വയ്ക്കോ. अपना अपना नाम फूलों पर लिख दीजिए.
जो ज्योति दर्शन ब्रह्मा कमल के साथ आज हुई है, वो 6 महीने के बाद ज्योति दर्शन करने से अपने अपने मनोकामनाएं पूर्ण सिद्ध होती है। पुष्पम वेदा पुष्पवान प्रजावान पशुमान। ഇത്രയും നാൾ ഞാൻ ഒരു ദൈവത്തെയും വിശ്വസിച്ചിട്ടില്ല. ഇപ്പൊ പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഭീഷ്മനാരായണ സ്വാമിയിൽ നിന്നും ഭദ്രയെ മോദിപ്പിച്ച് എനിക്ക് ഭർത്താവായി തരൂ ഭഗവാനെ. ഞാൻ ഇന്നോളം നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യ അപേക്ഷയാണ്. ബദ്രിയെ തക്ഷശിലയുടെ ആചാര്യസ്ഥാനത്തിരുത്തി എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തരണമേ. ഇവനെ മനുഷ്യർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവന്റെ ബലഹീനത ദൈവം മാത്രമാണ്. ഇതെല്ലാം എനിക്ക് വേണ്ടിയല്ലേ? നിന്റെ പ്രാർത്ഥന സഫലമാവാൻ വേണ്ടി എന്റെ ജീവൻ പോയാലും സാരമില്ല. എന്തായത് നിങ്ങൾ വിളിച്ചിട്ട് റിപ്ലൈ ഇല്ലല്ലോ? ഇപ്പൊ വരും. ബാബാ, പേട്ടേന്ന് 2 പശുക്കളും ഒരു കിടാവും വന്നിട്ടുണ്ട്. മോനെ, നീ സൂപ്പറാടാ. എവിടെ നിന്ന് കിട്ടിയതാ നിനക്ക് ഐഡിയ? സിമ്പിൾ അല്ലേ അച്ഛാ? ഇങ്ങനെ വിളിച്ചപ്പോഴല്ലേ ഇയാള് വന്നത്. നല്ല ബുദ്ധിയാണല്ലോ. പൊന്നല്ലേ ഇവൻ. ഗോൾഡ് വന്നോളൂ. ബാറ്റിംഗ് ബാബ, ചുപ്കെ ബാബ, നമസ്കാർ. ബാറ്റിംഗ് ബാബ, നമസ്കാരം. നമസ്കാരം. സ്വാഹ സ്വാഹ സ്വാഹ. ഇതേതാ വർഷം? 2011 സ്വാമി. ആ, അപ്പോൾ നാം തപസ് തുടങ്ങിയിട്ട് 500 വർഷം കഴിഞ്ഞു അല്ലേ? ഗുഡ് ബാറ്റിംഗ്. 500 വർഷങ്ങൾ തപസ്സിരുന്നോ? അതിൽ ഇത്ര ഷോക്ക് ആവുന്നതിനാ? 500 വർഷമൊക്കെ സ്വാമിക്ക് ചെറിയ കാലയളവാ. 2011 ഹൈലൈറ്റ് ന്യൂസ് പറയട്ടെ സ്വാമി. അതിന്റെ ആവശ്യമില്ല, എല്ലാം നാം അറിയുന്നു. ഉമ്മൻചാണ്ടി CM ആയതല്ലേ? അത് തന്നെ സ്വാമി. ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടിയില്ലേ? കിട്ടി സ്വാമി. അത് പോട്ടെ, 2010 ജപ്പാനിലേക്ക് തീർത്ഥവും പ്രസാദം അയക്കാൻ പറഞ്ഞു. അയച്ചോ? ആവോ? മറന്നുപോയി സ്വാമി. മറന്നുപോയെന്നോ? ഇപ്പോൾ ജപ്പാൻ എങ്ങനെയുണ്ടാ? സുനാമിയിൽ ഒലിച്ചുപോയി സ്വാമി. പട്ടിയായി മാറിപ്പോ.
ബാബാ നിങ്ങൾ വലിയവനാണ് ബാബാ, വലിയവനാണ്. എവിടുന്നാണാവോ? ആരാണ് നിങ്ങൾ? തിരുവനന്തപുരത്ത് പേട്ടേന്ന് വരുന്നു. പേട്ട? എപ്പോഴോ എന്റെ കുട്ടിക്കാലത്ത് 18th സെഞ്ചുറിയിൽ നാം പേട്ടയിൽ നിന്ന് പോന്നതാണ്. അയ്യോ. ഇപ്പൊ പേട്ട എങ്ങനെയുണ്ട്? സ്വാമിയും പേട്ടക്കാരനാണോ? അതും 1500 വർഷങ്ങൾക്ക് മുമ്പ്. സ്വാമി 2000 വർഷം ജീവിച്ചതല്ലേ? അപ്പോ ഡൈനോസറിനെ കണ്ടിട്ടുണ്ടോ? കാണുക മാത്രമല്ലടാ മോനെ, ഡൈനോസറിന്റെ മുട്ട കൊണ്ട് ആംബ്ലേറ്റ് ഉണ്ടാക്കി തിന്നുമായിരുന്നു. അപ്പോഴാണ് ടിപ്പു സുൽത്താൻ വന്നിട്ട് എനിക്ക് കൊടുത്താന്ന് പറഞ്ഞത്. ഗെറ്റ് ഔട്ട് പറഞ്ഞു ഞാൻ. ടിപ്പു? അന്ന് ടിപ്പു ഉണ്ടായിരുന്നോ? അയാൾ മരിച്ചിട്ട് 300 വർഷമല്ലേ ആയിട്ടുള്ളൂ. എടോ, നിങ്ങൾ വെറുതെ ഇങ്ങനെ ബാബയെ ദേഷ്യം പിടിപ്പിക്കരുത്. ബാബ വീണ്ടും തിരിച്ച് ധ്യാന മണ്ഡപത്തിലേക്ക് പോയാൽ നിങ്ങൾ 500 വർഷവും 2000 വർഷവും ഒക്കെ എങ്ങനെ ജീവിക്കുന്നത്? അയ്യോ വേണ്ട സ്വാമി, ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞേക്കാം. സ്വാമി, ഞങ്ങൾക്കും അങ്ങേ പോലെ 2000 കൊല്ലം ജീവിക്കണം. ജീവിച്ചോളൂ. നിങ്ങൾക്ക് മാത്രമാണോ? ടോട്ടൽ ഫാമിലി, ഓരോരുത്തർക്കും. ഓ, ടോട്ടൽ ഫാമിലി പാക്കേജ് വേണം. അപ്പൊ ശരിയാക്കി തരാം. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒട്ടും സമയം കളയാതെ 3 പേരും പോയി ആ ധ്യാനപീഠത്തിലിരിക്കൂ. വേഗമാകട്ടെ. ഞാൻ പറഞ്ഞു തരുന്ന ഈ മന്ത്രം നിങ്ങൾക്ക് എത്ര കാലം ജീവിക്കണമോ അത്രയും പ്രാവശ്യം ചൊല്ലണം. നിങ്ങൾ മന്ത്രം ജപിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പലതും നഷ്ടപ്പെടുന്നതായി തോന്നിയേക്കാം. എന്തു പ്രശ്നമുണ്ടായാലും കണ്ണു തുറക്കരുത്. തുറന്നാൽ എന്ത് സംഭവിക്കും സ്വാമി? ഒരുത്തനിവിടെ ഹച്ച് ഡോഗായത് കണ്ടില്ലേ? നിങ്ങൾ ചാവാലിപ്പട്ടികളാകും. ഇല്ല സ്വാമി, ഞങ്ങൾ തുറക്കില്ല. കണ്ണു തുറക്കല്ലേടി മോനെ, കേട്ടോടാ. കണ്ണടച്ചോളൂ. അടച്ചു സ്വാമി. പോയാൽ പോയി, പോയാ പോയി, പോയാ പോയി, ചേട്ടാ, എന്റെ സ്വർണ്ണമൊക്കെ ആരോ എടുക്കുന്നത് പോലെ തോന്നുന്നു. തോന്നിയല്ലേ? അതല്ലേ ബാബ ആദ്യമേ നമ്മളോട് പറഞ്ഞത്. പോയാ പോയി. എന്റെ ചെയിനും എടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ബാബ അതല്ലേടാ മോനെ പറഞ്ഞത്. പോയാ പോയി, പോയാ പോയി, പോയാ പോയി. ധർമ്മേട്ടാ, ഞാൻ 1000 പൂർത്തിയാക്കി കണ്ണു തുറന്നോട്ടെ. ഫിനിഷ് ചെയ്തെങ്കിൽ കുഴപ്പമില്ല, തുറന്നോ. പോയാ പോയി, പോയാ ധർമ്മേട്ടാ, പോയി. കണ്ണൊന്ന് തുറന്നേ. 1000 പൂർത്തിയാക്കിയില്ലടി. പോയാ ഒന്ന് പോയി. നിർത്തിയിട്ട് കണ്ണു തുറന്ന് നോക്കി. എന്തോന്നാടി? അത് വായിക്ക്. മനുഷ്യൻ 100 വർഷം ജീവിക്കുന്നത് എന്നെ ബുദ്ധിമുട്ടിയ, പിന്നെ നീയൊക്കെ എന്തിനാടാ 1000 വർഷം ജീവിക്കുന്നത്? വിഡ്ഢി. എന്തിനാ അങ്ങനെ വിളിക്കുന്നത്? എന്റെ എല്ലാം പോയി, ഇനി ഈ ചാരം മാത്രമേ ഉള്ളൂ. അച്ഛാ, നമ്മുടെ എല്ലാം പോയി. ബാബാ, പോസ്റ്റ് ഇവിടെ ഒരു ഒപ്പിടണം. അളകനന്ദാ, ബദ്രീനാഥിന്ന് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. എന്താ ഇത്? അത് നാരായണ പർവ്വതത്തിലെ മണ്ണാണ്. മണ്ണോ? അയ്യോ, അയ്യോ വേണ്ട, ചവിട്ടരുത്. ഇതിൽ ഓരോ തരിയിലും ശ്രീ മഹാവിഷ്ണു ഉണ്ട്. മണ്ണില് മഹാവിഷ്ണു? ഇവൾക്ക് മെന്റലായെന്നാ തോന്നുന്നത്. അത് കൂടാതെ നോക്കിയോ. എന്താ മോളെ ഇത്? ഇങ്ങനെ ഒരു അവസ്ഥയിൽ ബദ്രി വരുന്നതിന് പകരം മണ്ണാണോ അയക്കുന്നത്? മന്ത്രി ജീവനോടുണ്ടെന്ന് ഇപ്പൊ എവിടെ ആരും അറിയരുത്.